ഹലോ ഫ്രണ്ട്സ്, ഇത് ഐക്യ ഹാൾ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ ഭാഗത്ത് ഞാൻ 12 ഐറ്റംസാണ് കാണിച്ചത്. ഇതിലും 12 ഐറ്റംസ് ഉണ്ട്. നമുക്ക് വീഡിയോ കാണാം. ഐക്യയിൽ നിന്ന് ഞാൻ വാങ്ങിയ സാധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രേ ആണിത്. ഒരു മെറ്റാലിക് വൈറ്റ് ട്രേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സൈഡൊക്കെ കണ്ടില്ലേ, ലേസ് പോലെയാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള ഒരു മെറ്റൽ ട്രേ ആണ്. നമുക്കിത് കിച്ചണിലേക്ക് ഓയിൽ ബോട്ടിൽസൊക്കെ നമുക്കിതിൽ വെക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലാണ് വെക്കുന്നത് വെച്ചാൽ നമുക്ക് വാട്ടർ ജഗ്ഗും ഗ്ലാസ്സും എല്ലാം വെച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ഇട്ട് വെക്കാം. നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ട്രേ ആണിത്. അടുത്തത് 2 കോഫി മഗ്ഗാണ് ഞാൻ വാങ്ങിയത്. എന്തോ അതിൻ്റെ ഷേപ്പ് എനിക്ക് കണ്ടപ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് വാങ്ങിയത്. ഇപ്പോൾ 2 പേർക്ക് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കാൻ പറ്റിയ നല്ല ഒരു കോഫി മഗ്ഗാണ്. നല്ല കളറ്, ഒരു പീകോക്ക് ബ്ലൂ കളറ്. പുറമേ ഇത് മൈക്രോവേവ് സേഫാണ്. അടുത്തതായിട്ട് ഉള്ളത് 2 ഗ്ലാസ്സാണ്, ലൈറ്റ് ഷെയ്ഡിലുള്ള 2 ഗ്ലാസ്. ഈ ഗ്ലാസിൻ്റെ ഷേപ്പ് കാണുമ്പോൾ ഓർമ്മ വരുന്നില്ലേ, പണ്ട് കാലത്തൊക്കെ ഇതേ ഷേപ്പുള്ള ഗ്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ വീണ്ടും ഫാഷനായിട്ട് വരികയാണ്. നല്ല വലിയ ഗ്ലാസ്സാണ്, ജ്യൂസൊക്കെ കൊടുക്കാൻ പറ്റിയത് നല്ല ഒരു ഗ്ലാസ്സാണ്. ഇത് വാഷ്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫാണ്. ഉള്ളിലൊക്കെ നിറയെ ഹോൾസ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഷാംപൂ ബോട്ടിൽസോ എന്ത് വേണമെങ്കിലും ഇതിൽ വെക്കാം. ഇതിനെ പിടിപ്പിക്കാനുള്ള 2 ഹുക്കും അതിൻ്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട്. ഇത് ആക്ച്വലി അത് വാക്യൂമാണ്. അപ്പോൾ നമുക്കതിങ്ങനെ ഈ സൈഡിൽ നമ്മളതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതൊരു സെർവിങ് ബൗളാണ്, സ്റ്റീലിൻ്റെ സെർവിങ് ബൗളാണ്. നല്ല ഒരു ഭംഗിയുള്ള ഒരു ബൗളാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് വാങ്ങിയത്. നമുക്കിത് സെർവ് ചെയ്യാൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ കേക്ക് മിക്സിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ടും അതിൻ്റെ ആ ഫിനിഷിങ് കണ്ടിട്ടുമാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അടുത്തത് കണ്ടെയ്നർ സെറ്റാണ്. 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് എനിക്കിത് കിട്ടിയത്. ആക്ച്വലി ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലാക്കാൻ സമയത്താണ് അവിടെ കൗണ്ടറിൽ ഇതിരിക്കുന്നത് കണ്ടത്. പക്ഷേ എനിക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് 3 കളറിലുള്ളതാണ്. അതിന് 3നും ലിഡും ഉണ്ട്. ഈ ലിഡ് ഇങ്ങനെ സൈഡിൽ നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യാം. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഫുഡ് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ പച്ചക്കറികൾ, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് വയ്ക്കാനോ ഒക്കെ നല്ലതാണ്. അടച്ചിങ്ങനെ നമുക്ക് വെക്കാം. ഇതും മൈക്രോവേവ് സേഫാണ്. ഇതും ലാസ്റ്റ് മിനിറ്റിൽ ബില്ലാക്കാൻ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല ഭംഗിയുള്ള ഒരു ഇല അല്ലേ. ഇത് നമുക്ക് ഷോ പീസായിട്ട് വെക്കാം. ഇങ്ങനെ വെറുതെ നമ്മളുടെ ടീപ്പോയിലൊക്കെ വയ്ക്കാവുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ലീഫാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. സിലിക്കോണിൻ്റെ കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ നമ്മളിതിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് ഒന്നും വീഴില്ല. പിന്നെ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് ഇടാനും പറ്റും. ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഇത് പെട്ടെന്ന് പൊട്ടുമൊന്നുമില്ല. ഇത് 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് എനിക്ക് കിട്ടിയത്, 2 ഡിഫറെൻറ്റ് കളറിൽ. ഇതൊരു സിലിക്കോൺ സ്പാറ്റുലയാണ് കേട്ടോ. ഇതിനിപ്പോൾ ഒരുപാട് പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അധികം വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ കാണിക്കുന്ന ഒരു മിനി ഹാൻഡ് ബ്ലെൻഡറാണ്. നമുക്ക് കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇവിടെ തുറന്നിട്ട് നമുക്കിതിൽ ബാറ്ററി ഇട്ടിട്ട് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. എഗ്ഗ് ബീറ്റ് ചെയ്യാനും ഇത് നല്ലതായിരിക്കും. അടുത്തത് സ്റ്റീലിൻ്റെ ഒരു 3 കണ്ടെയ്നർ സെറ്റാണ്. ഒരു വലിയ ബൗളും 2 ചെറിയ ബൗളും. ഇതിനൊക്കെ ലിഡും ഉണ്ട്. ആ ലിഡിനുള്ള മുകളിലുള്ള നോബുണ്ട്. അതേപോലെ തന്നെ ഇത് സോസ് പാനാണ്. ഇതിനുള്ള ഹാൻഡിൽ ഇതാ ഇതിലുണ്ട്. അടപ്പ് 2 എണ്ണത്തിനേ അടപ്പുള്ളൂ. ഇതും സോസ് പാൻ തന്നെയാണ്. ഇതിനുള്ള ഹാൻഡിലും ഉണ്ട്. ഇത് കുറച്ച് വലിയൊരു ബൗളാണ്. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് മേശപ്പുറത്ത് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല 3 ബൗളുകളാണ്. 2 എണ്ണം നമുക്ക് സോസ് പാനായിട്ട് യൂസ് ചെയ്യാം. ഇതിലാണ് ഹാൻഡിൽസൊക്കെ വെച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി സ്റ്റീലാണ്. ഇനി അവസാനമായി ഞാൻ കാണിക്കുന്നത് ആർട്ടിഫിഷ്യൽ ലീഫാണ്. ഇത് മോൺസ്റ്ററ പ്ലാന്റിൻ്റെ ലീഫ് പോലത്തെ അതേ ഷേപ്പിലുള്ള ലീഫാണ്. കുറച്ച് വലിയ ലീഫാണ്. ഇത് ഞാൻ 2 എണ്ണം വാങ്ങി. എന്താ അതിൻ്റെ ഒരു ഭംഗി അറിയാം. അത് ശരിക്കും കണ്ടാൽ ഒറിജിനൽ ലീഫ് പോലെ തന്നെയാണ് ഉള്ളത്. നല്ല നീളമുള്ളൊരു ഗ്ലാസ് വേസിലിട്ടിട്ട് നമ്മളിത് ഡ്രോയിങ് റൂമിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല ഗ്ലേസിങ് ആണ് ഇതിൻ്റെ
ലീവ്സിനൊക്കെ. ഇതൊക്കെ നമ്മുടെ ഐക്യയുടെ ഇന്ത്യൻ സൈറ്റിലും ഇതൊക്കെ അവൈലബിൾ ആണ്.